താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടി ദിവ്യ ഗോപിനാഥ് 2018 അലൻസിയറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ല എന്ന് ദിവ്യ ഗോപിനാഥ് പറയുന്നു. അലൻസിയർക്ക് താക്കീത് നൽകാൻ പോലും സംഘടന തയ്യാറായില്ലെന്നും ഇനിയെങ്കിലും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിവ്യ ഗോപിനാഥ് പറഞ്ഞു. ഇത് കണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, 2018 പറയുന്ന വിഷയമാണ് അലൻസിയറിനെ കുറിച്ചിട്ട്. അല്ല, അങ്ങനെ ഒരു വലിയ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അവരുടെ ആർട്ടിസ്റ്റ് ചെയ്തൊരു പ്രോബ്ലത്തിന് അവരെ വാൺ ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അതിന് കണ്ടിരുന്നെങ്കിലോ സ്റ്റേറ്റ് അവാർഡ് പോലുള്ള ഒരു വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് വാങ്ങി അയാള് അതിനെയും കൂടെ സ്ത്രീകളുടെ ബോഡിയെ ഉപമിച്ചുകൊണ്ട് ഒരു കമന്റ് ചെയ്ത് വീണ്ടും അയാൾ തൊഴിലെടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ അയാൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് സംസാരിക്കുമ്പം കുറച്ചും കൂടെ ബോധ്യത്തോടെ സംസാരിക്കാൻ പഠിക്കില്ലേ? അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ 2018 കൊടുത്തിരുന്ന കംപ്ലൈന്റ് അവിടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കംപ്ലൈന്റ് ലഭിച്ചു എന്നൊരു മെയിലിന് റെസ്പോൺസോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ആരെങ്കിലും അവിടെ നിന്ന് വിളിച്ച് എന്നോട് ഒന്ന് ഞങ്ങൾ എംഎംഎന്നാണ് ഇങ്ങനെ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിലത്തെ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ സംഘടനയെ സമീപിക്കാൻ ആലോചന ഉണ്ടോ? ഏത് പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്തിനാണ് ഒന്നും കൂടെ? എന്റെ മെയിൽ അവിടെ ഇപ്പോഴും ഉണ്ട്, റെസ്പോൺസ് കിട്ടാതെ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ മെയിൽ അവർക്ക് ആ ഡേറ്റ് വരെ അടക്കമുള്ളത് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ് നോക്കിയാൽ അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ അവിടെ വന്ന് കിടക്കുന്നത് കാണാൻ കഴിയും. ആ മെയിലിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും ആക്ഷൻ എടുക്കാം. അപ്പൊ ഇനിയൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടോ? നടപടി പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ കാണുന്നത് കുറ്റം ലൈക്ക് ആരോപിതരായിട്ടുള്ള ആളുകള് അവരുടെ പൊസിഷനിൽ നിന്ന് മാറി അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് മാറി നിന്ന് അതിനെന്താ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് പക്ഷെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോ ഇദ്ദേഹത്തിന് അയാളുടെ ഒരു മെമ്പർഷിപ്പിലാണ് ഉള്ളത്. അപ്പോ ഏതെങ്കിലും തരത്തില് ചോദ്യം ഉണ്ടാവണം. എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയപ്പോ അങ്ങനെ മോശമായി സംസാരിച്ചു എന്നുള്ള ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ദിവ്യ ഗോപിനാഥ് നേരത്തെ തന്നെ ഈ പരാതി ഉയർത്തിയതാണ്. അന്നത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. അമ്മയെ പരാതിയുമായി സമീപിച്ചിരുന്നു. പക്ഷേ അമ്മയുടെ ഭാഗത്ത് നിന്ന് യാതൊരു അനക്കം പോലും ഉണ്ടായില്ല എന്നുള്ള വിമർശനം ദിവ്യ ഗോപിനാഥ് ഉയർത്തുന്നു. എന്താണ് അവർ പറയുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അമ്മ സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ദിഖിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ, അങ്ങനെ അമ്മാ നേതൃത്വം ആകെ വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ദിവ്യ ഗോപിനാഥിൻ്റെ കൂടി വിമർശനം വരുന്നത്. എന്താണ് അവർ വിശദീകരിക്കുന്നത്? അശ്വിൻ പാലാഴി. രജിത്ത്, 2018 മീട്ടു ആരോപണങ്ങളുടെ തുടക്കത്തിലാണ് ദിവ്യ ഗോപിനാഥ് ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത്. അതിനുശേഷം അമ്മയിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇമെയിൽ മുഖേനയാണ് അമ്മയുടെ ജനറൽ ബോഡിക്കും ഒപ്പം എക്സിക്യൂട്ടീവ് നേതൃത്വത്തിനും ഈ പരാതി നൽകിയിരുന്നത്. അതിലാണ് ഒരു നടപടിയും ഇക്കാലം അത്രയും എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഏകദേശം 5 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും ആരോപണ വിധേയനായ താൻ പരാതി നൽകിയ നടൻ അലൻസിയർ ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു. തനിക്ക് അവസരങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നില്ല, അവസരങ്ങൾ നഷ്ടമായി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതൊരു പരാതി ഉന്നയിച്ചതിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് ദിവ്യ ഗോപിനാഥ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. 2018 ആഭാസം സിനിമയുടെ സെറ്റിൽ വെച്ച് അലൻസിയർ തന്നെ ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അന്ന് ദിവ്യ ഗോപിനാഥ് ഉയർത്തിയ പരാതി. എന്തായാലും ഇതിന്റെ നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി അമ്മയെ സമീപിക്കുമോ എന്ന ചോദ്യം കൂടി നമ്മൾ ഉയർത്തിയിരുന്നു. അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴും ആ പരാതി ഒരു മറുപടിയും കിട്ടാതെ അമ്മയുടെ ഇമെയിലിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് ദിവ്യ ഗോപിനാഥ് പറയുന്നത്. സ്വയം ആ അമ്മ ഈ നിലവിലത്തെ പശ്ചാത്തലത്തിൽ സംഘടന ഒരു നടപടിയിലേക്ക് കടക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു താക്കീതെങ്കിലും അലൻസിയർക്ക് നൽകിയിരുന്നെങ്കിൽ ചലച്ചിത്ര അവാർഡ് വേദിയിൽ സ്ത്രീകളെ അപമാനിക്കുന്നതിലേക്ക് അലൻസിയർ പോകില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ദിവ്യ ഗോപിനാഥ് പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വരുന്ന മറ്റന്നാൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നുണ്ട്. അതിൽ ഈ വിഷയമടക്കം ചർച്ചയാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും മുൻപ് നൽകിയ പരാതികളിൽ അത് മൂടിവെക്കപ്പെടുകയും അതിൽ യാതൊരുവിധ നടപടി എടുക്കാത്തതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളടക്കം സജീവ ചർച്ചയായിരുന്നു. അതിനിടെയാണ് ദിവ്യ ഗോപിനാഥിന്റെ പരാതി കൂടി വീണ്ടും ഉയർന്നു വരുന്നത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.